ഇതാണേ നമ്മളിപ്പോൾ വെട്ടിയ വാഴക്കൊല. നമുക്കിതിനെ ഇവിടെ ചാരി വെച്ചേക്കാം. നൂർത്തിട്ട് കഴിഞ്ഞാലേ ഇതിൻ്റെ കായ ചതഞ്ഞു പോകും. അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ, ഇടുന്ന് ഇതിൻ്റെ കറയെല്ലാം മാറട്ടെ. ഈ പാളയംകുടം കൊല നല്ല മൂത്ത് നിൽക്കുകയാണ്. കൃത്യമായിട്ട് കിട്ടി. നമ്മുടെ വാഴക്കൈകളെ ഈ ചൂട് സീസണിൽ ഈ കുഞ്ഞു തെങ്ങുകൾക്ക് ഒരു തണുപ്പേകാൻ പറ്റിയ സാധനമാണ്. അതുകൊണ്ട് ഇതാണ്ട് എല്ലാം ഇങ്ങോട്ട് തന്നെ ഇടുക. ഈ തെങ്ങുണ്ടല്ലോ, ഇത് നമ്മൾ കഴിഞ്ഞ വർഷം വെച്ചതാണ്. ഇനിയിപ്പോൾ ഏതാണ്ട് 1.5 വയസ്സായി കേട്ടോ. അപ്പോൾ ഈ കൈകളൊക്കെ നമുക്ക് ഇവനിട്ട് കൊടുത്തേക്കാം. തൈത്തെങ്ങുകൾക്കൊക്കെ നല്ലപോലെ തണുപ്പ് വേണം. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടിയാൽ ഇതിൻ്റെ മൂട്ടിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ വെള്ളം ഒഴിക്കുക. അപ്പോൾ വെള്ളം കുറേ നേരം ഇതിനകത്ത് കിടന്നോളുകയും ചെയ്യും. അപ്പോൾ ഇത് നല്ലൊരു പൊതയായിട്ട് ആക്ട് ചെയ്തോളൂ. വാഴപ്പിണ്ടി നമുക്ക് കറിക്കും എടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ പിണ്ടി എടുക്കുന്നത്. ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും ഒരു സൊല്യൂഷനാണ്. പാവം കേട്ടോ, ആരും പണിക്ക് വിളിക്കില്ല. കാരണം പുള്ളിക്ക് ഒരു പേസ് മേക്കർ വെച്ചിരിക്കുക. ഈ പുള്ളിയെ എൻ്റെ കൂടെ കൂടിയിട്ട് ഏതാണ്ട് 8 വർഷത്തിൽ കൂടുതലായി. വാഴയുടെ ഏറ്റവും അടിയിലത്തെ പോർഷൻ അത് നമുക്ക് കറി വെക്കാനും ഒന്നും കൊള്ളൂല, തോരനും കൊള്ളൂല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുന്നത്? ചേട്ടൻ അതിനെയും കളയാതെ ഇതാണ്ട് നമ്മുടെ തെങ്ങുകൾക്ക് പൊതയാക്കുന്നു. അത് കുറച്ച് ദിവസം കഴിയുമ്പം അതെല്ലാം നല്ലപോലെ അളിഞ്ഞ് നല്ലൊരു വളവുമാകും. സെയിം ടൈം വെള്ളം കെട്ടിക്കിടക്കാൻ നല്ലൊരു സാധനമാണ്. ഒരു വാഴ വെച്ച് എന്തെല്ലാം ഉപകാരങ്ങളായെന്ന് നോക്കി. കൊലയായിട്ടും പിണ്ടിയായിട്ടും ഇലയായിട്ടും പിന്നെ ഈ ചൂട് സീസണിൽ നമ്മുടെ ചെടികൾക്കൊക്കെ ഒരു പൊതയായിട്ടും